ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി SIT. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ശനിയാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സമാധാനം ചോദിക്കുമെന്ന് പറയുന്നത് തന്നെ നിങ്ങൾ അതായിരിക്കും എടുത്ത് കൊടുക്കാൻ പോകുന്നത്. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മനീഷ്, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. ഈ ചോദ്യം ചെയ്യൽ ഏതെങ്കിലും പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സുഹൈൽ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ സ്ഥിരീകരിക്കുന്നുണ്ട്. തന്നെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ വിവരശേഖരണം നടത്തി താൻ അതിന് മൊഴി നൽകിയിട്ടുണ്ട്. 2019 ആ സമയത്തെ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന രീതിയിലാണ് തന്റെ പക്കൽ നിന്നും ആ സമയത്തെ പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ SIT തേടിയതെന്നാണ് നിലവിൽ ഇത് സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കെ ഇത് വകുപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല, ഭരണത്തിലടക്കമുള്ള ഇടപെടൽ നടത്തുന്നത് ഭരണത്തിന്റെ, അതായത് മന്ത്രി വകുപ്പിന്റെ കാര്യമല്ല. അതൊരു സ്റ്റാറ്റ്യൂട്ട്, ഒരു സ്വതന്ത്ര ബോഡിയാണ് ദേവസ്വം ബോർഡ്. അങ്ങനെ എത്ര വാദഗതികൾ നേരത്തെ മുതൽ മന്ത്രി ഉയർത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം തന്റെ പരിധിയിലേക്ക് വരികയില്ല. ഈ സ്വർണ്ണപ്പാളികൾ അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദേവസ്വം മാന്യം ലംഘിച്ചുകൊണ്ട് തന്നെ അയച്ച അടക്കമുള്ള നടപടികൾ തന്റെ പരിധിയിൽ വരുന്ന വിഷയമല്ലെന്ന് തന്നെ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈകഴുകൽ എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ SIT കടകംപള്ളിക്കരികിലേക്കും മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനരികിലേക്കും എത്തിയിരിക്കുകയാണ്. വിവരശേഖരണം എന്ന രീതിയിലാണ് ആദ്യം സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമോ, നോട്ടീസ് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ SIT ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. കോടതി അടക്കം ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഉന്നതരിലേക്ക് അടക്കം അന്വേഷണം എത്തുന്നില്ല എന്ന രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ പ്രതിപക്ഷമടക്കം വലിയ പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SIT കൂടി അവരുടെ നീക്കങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുന്നതും അങ്ങനെ മന്ത്രി കടകംപള്ളിയെ സുരേന്ദ്രനടക്കം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നതും. ഇപ്പോഴിതാ ഇന്ന് രാവിലെ ഹാജരായിട്ടുള്ള D മണിയും ബാലമുരുകനെയും കൂടാതെ മൂന്നാമത് ശ്രീകൃഷ്ണൻ കൂടി ഇപ്പോഴിതാ ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ശ്രീകൃഷ്ണനെ നേരത്തെ തന്നെ ഇയാളുടെ D മണിയുടെ ഇടനിലക്കാരൻ എന്ന രീതിയിലായിരുന്നു SITക്ക് ഈ പ്രവാസി വ്യവസായത്തിൽ നിന്ന് മൊഴി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രീകൃഷ്ണനെ അവിടെ ശ്രീകൃഷ്ണന്റെ വീട്ടിലെത്തി, രാജപാളയത്തെ വീട്ടിലെത്തി ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്ത് വീട്ടിൽ 5 മണിക്കൂറോളമാണ് പരിശോധന നടത്തിയത്. അങ്ങനെ രാവിലെ 10:15 D മണിയും ബാലമുരുകനും എത്തിയെങ്കിൽ ഇപ്പോഴിതാ ഉച്ചയ്ക്ക് 1:30ക്കാണ് ഈ കേസിൽ ഹാജരാകാൻ SIT ആവശ്യപ്പെട്ട ശ്രീകൃഷ്ണൻ 1:30യോടുകൂടി ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഹാജരാകാൻ 2 പേർ കൂടിയുണ്ട്. അതായത് D മണി ഉപയോഗിക്കുന്ന ഫോണിന്റെ യഥാർത്ഥ ഉടമകളായിട്ടുള്ള 3 പേർ, അതിൽ ഒരാൾ ബാലമുരുകനാണ്, മറ്റ് 2 പേർ കൂടി അവശേഷിക്കുന്നുണ്ട്. അവർ കൂടി ഇന്ന് എത്തണമെന്നാണ് SIT നോട്ടീസ് നൽകിയിട്ടുള്ളത്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. ഒപ്പം തന്നെ D മണി എത്തിയിരിക്കുന്നത് 4 അഭിഭാഷകരുടെ കൂടെയാണ്. അഭിഭാഷക സംഘത്തോട് ഒപ്പമാണ് D മണി എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും ഒപ്പം തന്നെ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട 2 FIR ഉണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഈ പുരാവസ്തു ആരോപണം അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം നിലവിൽ SITക്ക് തെളിവുകൾ ലഭ്യമായിട്ടില്ല. ഇനി അഥവാ ഈ കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്താൽ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുത്തു അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കൊണ്ടുവന്ന D മണി അടക്കം അതിൽ പ്രതികളായേക്കും. ഒപ്പം തന്നെ ഈ പ്രവാസി വ്യവസായിയെ ആ കേസിൽ മാപ്പ് സാക്ഷിയാക്കിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. മണിക്കൂറുകളായി ചോദ്യം ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ദിവസം പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ ഹൈക്കോടതിയിൽ സാധാരണഗതിയിൽ എത്തുന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ ഈ കേസിലെ ക്രൈംബ്രാഞ്ച് മേധാവിയും ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP കൂടിയായിട്ടുള്ള H വെങ്കടേഷ് അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. 2 SP-മാർ, SP ബിജോയ്, SP ശശിധരൻ, 2 SP-മാർ കൂടി ഇവിടെ ഉണ്ട്. അങ്ങനെ 3 ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ 3 പേരെയും ചോദ്യം ചെയ്യുന്നത്. ആദ്യം SP ബിജോയുടെ നേതൃത്വത്തിലായിരുന്നു ബാലമുരുകനെ ചോദ്യം ചെയ്തത്. പിന്നീട് ശശിധരന്റെ നേതൃത്വത്തിൽ D മണിയൻ ചോദ്യം ചെയ്തു. ഇപ്പോൾ 3 പേരെയും ചോദ്യം ചെയ്ത് വരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നു. അങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഇവർ ഇന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും. അതായത് സാധാരണഗതിയിൽ ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി വന്നവരാരും പിന്നീട് തിരികെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പിന്നീട് പോയിട്ടുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാത്രമാണ്. അങ്ങനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയിട്ടുള്ളവരിൽ എല്ലാവരും ഈ കേസിൽ പ്രതികളാണെന്ന രീതിയിൽ പ്രതിപ്പട്ടിക ഉൾപ്പെട്ടവരാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് നിലവിൽ FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ
ഇപ്പോൾ ഇവരെ വിട്ടയക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷേ എപ്പോൾ വിളിക്കുമ്പോഴും ഇവിടെ ഹാജരാകാനും അടുത്ത ദിവസം എപ്പോൾ ഇനി ഹാജരാകണം അടക്കമുള്ള ദിവസങ്ങൾ കൊടുക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം അടക്കമുള്ള നടപടികളിലേക്ക് കൂടി SIT കിടക്കും. ഇവർ 2020 ഈ രീതിയിൽ വലിയ രീതിയിലുള്ള അമൂല്യ വസ്തുക്കൾ ചാക്കിൽ കെട്ടിയ നിലയിൽ ഡിണ്ടിഗലിലെ ഡീമണിയുടെ വീട്ടിൽ വെച്ച പ്രവാസി വ്യവസായി കണ്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വിഗ്രഹക്കടത്ത് ഇവർ നടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇയാളുടെ ബാങ്ക് ഇടപാട് രേഖകൾ നിലവിൽ സമാന്തരമായി SIT പരിശോധിച്ചു വരികയാണ്. അവിടെ ലോക്കൽ പോലീസിന്റെ സഹായം പോലീസിന് ലഭിക്കാഞ്ഞത് വലിയ തിരിച്ചടിയായിരുന്നെങ്കിലും അത്തരത്തിലുള്ള വലിയ അന്വേഷണം നിലവിൽ സമാന്തരമായ SIT നടത്തുന്നുണ്ട്. അങ്ങനെ ഇവരെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രവാസി വ്യവസായിയെ ഒരിക്കൽ കൂടി കൃത്യമായ വ്യക്തത വരുത്താൻ വേണ്ടി വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ അത് സൂം വഴി വല്ലോ വീഡിയോ കോൺഫറൻസ് വഴിയോ ഒക്കെ തന്നെ ഈ കൂടുതൽ മൊഴിയെടുക്കാനായി SIT സമീപിച്ചേക്കുമെന്ന് വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിൽ ഇപ്പോഴിതാ പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരെയാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തു വരുന്നത്. അടുത്ത നടപടികൾ തീരുമാനിക്കേണ്ട SIT ആണ്. SITയുടെ സംഘത്തെ അടക്കം വിപുലീകരിക്കാൻ കോടതി തന്നെ തീരുമാനം അല്ലെങ്കിൽ അതിന് അനുമതി നൽകിയിട്ടുണ്ട്. പത്മകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇപ്പോഴിതാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലെ ഉന്നതരായിട്ടുള്ള CPM-ലെ പ്രമുഖ നേതാവായിട്ടുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത്. സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന വാർത്തയാണ്. തെരഞ്ഞെടുപ്പിലടക്കം ശബരിമല വലിയ വിഷയമായി ആളിക്കത്തിയെന്ന് പാർട്ടിയുടെ നേതൃയോഗങ്ങളിൽ CPI-യുടെയും CPM-ന്റെയും എല്ലാ നേതൃയോഗങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോഴിതാ പാർട്ടിക്ക് വലിയ പ്രഹരമെന്ന രീതിയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ആ ചോദ്യമുനയുടെ മുമ്പിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉള്ളത് എന്ന വലിയ രീതിയിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.